ഇങ്ങനെ ആരുമായും കൂട്ടുചേർന്നുകൊണ്ട്, ഏത് ചെകുത്താനോട് കൂട്ടുചേർന്നുകൊണ്ടാണെങ്കിലും മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം, മുസ്ലിങ്ങൾക്കെതിരായ മുസ്ലിങ്ങൾ ഈ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടണം എന്നുള്ള ചിന്തയാണ് ഇവരെ നയിക്കുന്നത്. ഇതിനുവേണ്ടി ഇവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെത്രമാത്രം വലിയ അപകടമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കളവുകളും അതുപോലെ തന്നെ വാസ്തവവിരുദ്ധമായ അർദ്ധസത്യങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ ഇസ്ലാം വിമർശക തൊഴിലാളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. എന്താണ് സംഭവം? ഭീമാപ്പള്ളിയിൽ സോളാർ കേസിലെ ഒരു പ്രതി ഭീമാപ്പള്ളിയിൽ ഒളിച്ചു താമസിച്ചു. അങ്ങനെ ഒരു വാർത്ത വന്നു. സോളാർ കേസിലെ പ്രതി ഭീമാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത്, നമുക്കറിയാം തിരുവനന്തപുരത്തെ ഒരു പ്രദേശത്തിൻ്റെ പേരാണ് ഭീമാപ്പള്ളി. ആ ഭീമാപ്പള്ളിയിൽ ഒരു പ്രതി പോയി ഒളിച്ചു താമസിച്ചു. അതിൻ്റെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നത്, കണ്ടോ, പള്ളിയിലാണ് പ്രതികൾ ഒളിച്ചു താമസിക്കുന്നത്, പള്ളി അങ്ങനെ കുറ്റവാളികൾക്ക് ഒളിച്ചു താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വെറുപ്പ് പ്രസരിപ്പിക്കുന്നത്. നമുക്കറിയാം ഭീമാപ്പള്ളി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. ആ പ്രദേശത്തിൻ്റെ പേരിൽ പള്ളി എന്നുണ്ട് എന്നുള്ളത് മാത്രം എടുത്തുകൊണ്ട് ഇദ്ദേഹം അതുപോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു തരത്തിൽ പോസ്റ്റ് ഇടുകയാണ്, സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുകയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇസ്ലാമിനെ എന്ത് ആശയപരമായ എതിർപ്പാണ് ഈ ഒരു പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല. കാണുന്ന ആളുകൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ പള്ളിയിലാണ് പ്രതികളെയൊക്കെ താമസിപ്പിക്കുന്നത്, മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെയാണ്, മുസ്ലിങ്ങളുടെ ആരാധനാലയം എന്ന് പറഞ്ഞാൽ അത് പ്രതികളെ താമസിപ്പിക്കാനുള്ള എന്തോ സംഭവമാണ് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചിന്തിച്ച്, ആരെങ്കിലുമൊക്കെ മുസ്ലിങ്ങളെ കുറച്ച് വെറുത്താൽ അത്രയുമായല്ലോ എന്നുള്ള ചിന്തക്കപ്പുറം എന്താണ് ഇതിന് പിന്നിലുള്ളത്? അല്ലേ? ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടന്നാൽ, ഒരു ആക്രമണം നടന്നാൽ, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം നടന്നാൽ അതൊക്കെ ആ പ്രശ്നത്തിന് പിന്നിൽ ആരാണ്, അതിൻ്റെ പ്രതികൾ ആരാണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ മുസ്ലിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അതൊക്കെ ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്, ഖുർആനിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുകയാണ്. അല്ലേ? നമുക്കറിയാം കുറച്ചു മുമ്പ് ശ്രീലങ്കയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചിൽ, ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ നടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണം. ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം വന്ന വാർത്തകൾ വെച്ചുകൊണ്ട് നാസ്തികരായ യുക്തിവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലും അവരുടെ പ്രസംഗങ്ങളിൽ പോലും പ്രസരിപ്പിച്ച വെറുപ്പ് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അല്ലേ? ശ്രീലങ്കയിൽ പോലും പ്രശ്നമുണ്ടാക്കി, അവിടെ പ്രയാസമുണ്ടാക്കി, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, അവർ പൊട്ടിത്തെറിക്കാൻ കാത്തു നിൽക്കുന്നവരാണ്, അത് ഖുർആനിൻ്റെ കാരണമാണിത്, ഇസ്ലാമാണ് അവരെ ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിരന്തരം പ്രചാരണം നടത്തി. അവസാനം നമുക്കറിയാം ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു അതൊരു മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഫോടനമായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു വാർത്ത പെട്ടുകോളത്തിൽ വന്നു. അതാർക്കും കേൾക്കേണ്ട ആവശ്യമില്ല, അതാർക്കും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അതിനു മുമ്പ് തന്നെ ഇതൊക്കെ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് വെറുപ്പ് പ്രസാരണം നടന്നു കഴിഞ്ഞിരുന്നു, അത് സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ അതിന് വിരുദ്ധമായ വാർത്ത ആർക്കും കേൾക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഫ്രാൻസിൽ നടന്ന ഒരു ആക്രമണം, ഒരു വൈദികനെ കൊന്ന ഒരു വിഷയം. ആ വാർത്ത വന്ന ഉടനെ കേരളത്തിലെ നാസ്തിക നേതാവ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ടെറർ റുട്ടീനാണെന്നാണ്. കഴിഞ്ഞ ദിവസം നടന്ന വേറെ ഏതോ ഒരു ഭീകരാക്രമണത്തിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഇസ്ലാമിക ഭീകരാക്രമണമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇടുകയാണ്. പക്ഷേ നമുക്കറിയാം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. എന്താണ് ആ സംഭവം എന്നുള്ളത്? ഒരു ക്രൈസ്തവനായ മറ്റൊരു വൈദികൻ, ഈ വൈദികനോടുള്ള വ്യക്തിപരമായ എന്തോ ചില പിണക്കങ്ങളുടെ പേരിൽ നടത്തിയ ഒരു കൊലപാതകമായിരുന്നു അത് എന്നുള്ള യഥാർത്ഥ വാർത്തകൾ പിന്നീട് പുറത്തു വന്നു. പക്ഷേ അതാർക്കും കേൾക്കേണ്ട ആവശ്യമില്ല, അതാർക്കും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനു മുമ്പ് തന്നെ ഇതൊക്കെ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളും വെറുപ്പ് പ്രസാരണവുമെല്ലാം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞിരുന്നു. എന്താണ് ഇതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത്? എന്ത് വാർത്ത വന്നാലും അതെല്ലാം ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും തലയിൽ കെട്ടിവെച്ച് അതിനുള്ള പ്രചാരണങ്ങൾ നടത്തും. കുറച്ച് കഴിഞ്ഞ് അതൊന്നും മുസ്ലിങ്ങളല്ല, ഇസ്ലാം അല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് യഥാർത്ഥ വാർത്തകൾ പുറത്തു വരുമ്പോഴേക്ക് സമൂഹത്തിലേക്ക് ആ വിഷം അത് ഊഴ്ന്നിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരൊറ്റ ഉദാഹരണം കൂടി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ന്യൂസിലാൻഡിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം. ന്യൂസിലാൻഡിൽ പള്ളിയിൽ ജുമുഅ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം പള്ളിയിലേക്ക് ഒരു ഇസ്ലാമോഫോബിക് ടെററിസ്റ്റ്, ഒരു ഭീകരവാദി കടന്നു ചെല്ലുകയും തോക്ക് ചൂണ്ടിക്കൊണ്ട് 40-ലധികം അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന 40-ലധികം ആളുകളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ഒരു സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ആ വെള്ളിയാഴ്ച
അതിൻ്റെ ആദ്യ വാർത്തകൾ പുറത്തു വന്ന സമയം. അപ്പോൾ ഇവരുടെ ഈ ആളുകൾ, സ്വതന്ത്ര ചിന്തകരെന്ന് സ്വയം അവകാശപ്പെടുന്ന അവരുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ആ പോസ്റ്റ് നമുക്ക് കാണാൻ, അതായത് ന്യൂസിലാൻഡിൽ ക്രൈസ്തവ ദേവാലയത്തിൽ മുസ്ലിങ്ങൾ പോയി പൊട്ടിത്തെറിച്ചിരിക്കുന്നു, അവിടെ പോയി വെടിവെച്ച് ഒരുപാട് ആളുകളെ കൊന്നിരിക്കുന്നു, സമാധാന മതമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. സംഭവം എന്താ? ആ വാർത്ത ആദ്യം വന്നപ്പം ന്യൂസിലാൻഡിൽ ക്രൈസ്റ്റ് ചർച്ചിൽ ഭീകരാക്രമണം, ഇങ്ങനെയാണ് വാർത്ത. അപ്പോൾ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലെ ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. ആ പ്രദേശത്തുള്ള മുസ്ലിം പള്ളിയിലാണ് ഭീകരാക്രമണം നടന്നത്. പക്ഷെ ആദ്യം വാർത്ത വന്നപ്പോൾ ന്യൂസിലാൻഡിൽ ക്രൈസ്റ്റ് ചർച്ചിൽ ഭീകരാക്രമണം എന്ന് കണ്ടതോട് കണ്ടോ, ക്രൈസ്റ്റ് ചർച്ചിൽ ഭീകരാക്രമണം നടന്നിരിക്കുന്നു, ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഭീകരാക്രമണം നടന്നിരിക്കുന്നു. അപ്പം ഭീകരാക്രമണം നടത്തുകയാണെങ്കിൽ അത് മുസ്ലിങ്ങളായിരിക്കുമല്ലോ. അതുകൊണ്ട് മുസ്ലിങ്ങൾ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ പ്രശ്നമാണ്, അത് അവർ സമൂഹത്തിൽ പ്രശ്നമാണ്, അത് അവരുടെ ഖുർആൻ നിരോധിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രസാരണം തുടങ്ങി. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ യഥാർത്ഥ വാർത്തകൾ പുറത്തു വന്നു. ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ ഒരു പ്രദേശമാണ്. അവിടെയുള്ള ഒരു പള്ളിയിൽ, മുസ്ലിം പള്ളിയിൽ, ഒരു ഇസ്ലാം വിരോധി, ഒരു ഇസ്ലാമോഫോബിക് തോക്കുമായി കടന്നു ചെന്നുകൊണ്ട് മുസ്ലിങ്ങളെയാണ് കൊന്നത് എന്നെല്ലാമുള്ള വാർത്തകൾ വന്നു. ഈ പോസ്റ്റ് പിന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞാനിത് പറയുന്നത് എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ, എന്താണ് സംഭവം എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം ഇസ്ലാമിൻ്റെ തലയിലേക്കും മുസ്ലിങ്ങളുടെ തലയിലേക്കും കെട്ടിവെച്ചുകൊണ്ട് വെറുപ്പ് പ്രസരിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോഴേക്ക് ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്.